ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു വിഭവം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പാത്രമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മളുടെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ട റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തിരിക്കുന്നത് ചപ്പാത്തിയുടെ പൊടിയില്ലേ, പരത്താനുള്ള പൊടി. അപ്പം നമുക്ക് റോസ്റ്റിനുള്ള പാൻ അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച്, സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ കടുക് പൊട്ടിച്ച്, സവാള കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള ഇടാം. ഓക്കെ, എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മളുടേതായ രീതിയിലുള്ള റോസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്, ഞങ്ങളുടേതായ റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വിഭവം കാണിക്കണമെന്നുള്ളത് കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രം കടുകിടുക, അല്ലെങ്കിൽ കടുക് പൊട്ടത്തില്ല. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചത്. മുട്ട ഒരു 5 മുട്ടയാണ് എടുത്തത്. അതിൽ ഒരെണ്ണം ഒന്ന് പൊട്ടിപ്പോയി. പിന്നെ 5 മുട്ട, നമുക്ക് 5 മുട്ടയുടെ ആവശ്യമില്ല, എങ്കിൽ 5 മുട്ട വെച്ച് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കടുകിട്ട് കൊടുത്തതിന് ശേഷം, കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം സവാള കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. 5 മുട്ടയ്ക്ക് 5 സവാള താണ്ടെ കുനുകുന അരിഞ്ഞു. ഒരുപാട് കുനുകുന അല്ല, എങ്കിലും ഇത്തിരി ചെറിയ പീസസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് എല്ലാവരും ഇടുന്നത് പോലെ കുറച്ച് ഉപ്പും കൂടെ ഇടുക. അപ്പം നല്ലൊരു റോസ്റ്റായിരുന്നു ഇത് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. ഞാനിതിനകത്ത് തക്കാളിയും ചേർക്കണം, പക്ഷേ അതിന് തക്കാളി പേസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. തക്കാളി ഇടുന്നതാണ് കുറേ കൂടെ നല്ലത്. പേസ്റ്റ് ഉപയോഗിച്ചാൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. എങ്കിലും കുറച്ച് അതിൻ്റെ അകം കാണാനൊരു ഭംഗിയാണ് തക്കാളിയുടെ. എല്ലാവരും ചേർക്കുന്നത് പോലെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ മുട്ട റോസ്റ്റ് നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പാണിത്. സവാള നല്ലതുപോലെ വഴണ്ട് വരണം, എന്നിട്ട് മാത്രം നമ്മൾ മസാല ചേർക്കുക കേട്ടോ. അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട. വളരെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എല്ലാം വിലയാണ്, എങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടതിനൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഉണ്ട്, ഇതിന് ആവശ്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ലേ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പം സവാള ഒരു വിധം വഴണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് നിങ്ങൾ കണ്ടില്ലയോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിച്ചായിരുന്നു കേട്ടോ, ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി ഇതാണ്ട്. ഈ ഒഴിക്കുന്നത് തക്കാളിയുടെ പേസ്റ്റാണ്. മുളക് പൊടി നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിലാണ് ഇത് പിടിച്ചിരുന്നത് കേട്ടോ. ക്യാമറ വെച്ചിരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പിന്നെ തക്കാളി പേസ്റ്റ് ചേർക്കുന്നതിന് മുമ്പ് മുളക് പൊടി ചേർത്തില്ലേ, മുളക് പൊടിയും നന്നായിട്ട് അതിൻ്റെ പച്ച ചുവ ഫുള്ള് മാറിയതിന് ശേഷം മാത്രം തക്കാളി പേസ്റ്റ് ഒഴിക്കുക. ഓക്കെ, നമുക്ക് നന്നായിട്ട് അതിൻ്റെ കളർ കണ്ട, ഇത് ഗരം മസാലയാണ് ചേർക്കുന്നത്. ആ ഉള്ളിയുടെയൊക്കെ കളറ് കണ്ടോ, ആ ഒരു കളറ് വരണം. മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കളറ് വന്നെങ്കിലേ ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ഒരു രീതി വരത്തുള്ളൂ. അതുപോലെ കൊഞ്ച് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കണവ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്, അതൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. പക്ഷേ കൊഞ്ചും കണവയൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇടാൻ മറക്കണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഞാനെടുത്ത് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കുകയല്ലേ ചെയ്യുന്നത്, കുറച്ചൊന്ന് തിളയ്ക്കണം വെള്ളം. അങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. അത് ഇതിനകത്ത് ഒഴിക്കണം കേട്ടോ. അപ്പോൾ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കളറ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നല്ല കളർ ഇതേപോലെ വരണം. നമ്മൾ പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. മുട്ട റോസ്റ്റിന് കളറ് വേണം, വേറെ ഒരു കളറല്ല. ഈ കളറുണ്ടെങ്കിലാണ് നമുക്കൊരു കാണുമ്പോഴും അത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ കുക്ക് ചെയ്ത് ടേസ്റ്റ് കാണും, പക്ഷേ കാണുമ്പോഴും കൂടെ ഒരു ഭംഗി വേണം. മനസ്സിലാകുന്ന രുചിക്കനുസരിച്ച് തന്നെ കാണാനും ഭംഗി ഉണ്ടാവുമ്പോഴാണ് അത് 100% പെർഫെക്റ്റ് ആവുന്നത്.
അപ്പോൾ ഇതിനെ നന്നായിട്ട് ഞാൻ വഴറ്റുന്നുണ്ട് വീണ്ടും 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 വീണ്ടും. കുറച്ച് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിനാണ് ടേസ്റ്റ് കൂടുന്നത്. ഓക്കെ, അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുന്നവർ അതേ രീതിയിൽ ഇതാണ്ട നല്ല ഉപ്പും കറക്റ്റുണ്ട്. ഉപ്പ് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക ആവശ്യത്തിന്. അപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മാത്രം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് അതിനെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കണം. ആ വെള്ളം ഒന്ന് വറ്റണം. പിന്നെ വേണ്ടുന്ന കറിവേപ്പിലയും കൂടെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ പിച്ചി ഇവിടെ വെച്ചിരുന്നതാണ്. മോളുടെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കുറച്ച് ഞാൻ എൻ്റെ ശിഖരങ്ങളൊക്കെ അവരുടെ ഉള്ള കറിവേപ്പിൻ്റെ ശിഖരങ്ങളൊക്കെ കുറേ അങ്ങ് വെട്ടി. അവളും എടുത്ത് ഞാനും എടുത്ത് അത് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ എൻ്റെത് ഞാൻ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ കൊമ്പുകൾ കോതുന്നതൊക്കെ കിളിച്ച് നല്ലതായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോലയായതുകൊണ്ട് ആ കറിവേപ്പിനങ്ങോട്ടും വളർന്നു വരാൻ നമ്മുടെ പ്ലാവ് നിൽക്കുന്ന ആ ഭാഗത്താണ്. പിന്നെ ഇപ്പുറത്തെയൊക്കെ മരങ്ങൾ കൊണ്ട് നമുക്ക് അതിനൊരു ചോലയായതുകൊണ്ട് ഇതങ്ങോട്ട് നല്ലതായിട്ട് വരും. പക്ഷേ ഇത് വെയിൽ തേടി പോകുന്നുണ്ട് കറിവേപ്പ്. അങ്ങനെ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ആ റോസ്റ്റിൻ്റെ ഒരു കളറ് കണ്ടല്ലേ. ഇനിയാണ് നമ്മൾ ആ വെള്ളം തിളയ്ക്കുന്നുടനെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അടുപ്പിൽ വെച്ച് വെക്കുന്നവർക്കും ഇതേ രീതിയിൽ, ഗ്യാസ് അടുപ്പൊന്നും വേണമെന്നൊന്നും ഇല്ല. അടുപ്പിൽ വെക്കുന്നവർക്ക് ഇതേ രീതിയിൽ വെക്കാം. തിളച്ച വെള്ളം അതിനകത്ത് ഒഴിച്ചു. ഞാൻ എത്ര വെള്ളം ഒഴിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോണേ. ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒന്ന് കുറച്ചൊന്ന് ഒരു കുറുക്ക് പരുവത്തിൽ പോലെ ഒന്ന് നല്ല വറ്റണം. അതായത് വെള്ളമെല്ലാം അബ്സോർബ് ചെയ്യണം. ഈ ഉള്ളി അബ്സോർബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, എങ്കിൽ വറ്റുകയും വേണം. കുറേ വെള്ളം അങ്ങ് വറ്റണം. പിന്നെ ബാക്കി ഒരു കുഴഞ്ഞ രൂപത്തിൽ. അങ്ങനെയാണ് ഞാൻ ഈ റോസ്റ്റ് ഉണ്ടാക്കിയത്. ഞാൻ റോസ്റ്റ് പല വിധത്തിലുണ്ടാക്കും. ഇതാ കണ്ടോളൂ. അപ്പം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ കറക്റ്റ് വരുമായിരിക്കും. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേറെ തവയാണുള്ളത്. അതാണിത് കേട്ടോ. നമ്മൾ മസ്കറ്റി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് തിരിച്ച് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. ഇത് ചപ്പാത്തി മാത്രമേ ഇതിനകത്ത് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. എൻ്റെ ഇതാണിത്. പിന്നെ ഇതാണ് പരത്തുന്നത്. അതിൻ്റെ 5 മുട്ടയിൽ ഒരെണ്ണം പുഴുങ്ങുന്ന ടൈമിൽ പൊട്ടിപ്പോയതാണ്. മുട്ടയും ചേർത്തിട്ടുണ്ട്. റോസ്റ്റിൻ്റെ കളറ് കണ്ടോ എല്ലാവരും? കൊതിപ്പിക്കുന്ന കളറായിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് എരി ഇഷ്ടമല്ല. എങ്കിൽ എരി വേണം താനും. ഒത്തിരി അങ്ങ് ഇല്ല. ചായക്കടകളിലൊക്കെ കിട്ടുന്ന മാതിരി ഒരുപാട് എരി എനിക്കിഷ്ടമല്ല. ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മൾ 2 പേർക്കുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മുട്ട റോസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്ത്. ദോശയായിരുന്നു. ദോശയ്ക്ക് ആട്ടി വെക്കുന്നുണ്ട് ഇപ്പം. ആട്ടി വെച്ചിട്ട് പിറ്റേന്ന് ദോശ ഉണ്ടാക്കിയപ്പോൾ ആ മുട്ട റോസ്റ്റ് 5 മുട്ടയില്ലായിരുന്നോ, ഞങ്ങൾ മുട്ട റോസ്റ്റ് പിറ്റേന്ന് ദോശയുടെ കൂടെ എടുത്ത്. അപ്പോൾ ഇതിങ്ങനെ പരുവത്തിലാക്കി എടുക്കണം. ദോശ ഉണ്ടാക്കുന്നതിനും ചപ്പാത്തി ഉണ്ടാക്കുന്നതിനും വെവ്വേറെ തവകളാണെങ്കിലുണ്ടല്ലോ നല്ലതായിരിക്കും നമുക്ക്. ഇതിനകത്ത് ഞാൻ എണ്ണയൊന്നും തേച്ചല്ല ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അത് ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുക ചെയ്യുന്നത്. എണ്ണ അല്പം പോലും പുരട്ടത്തില്ല, കല്ലിലൊന്നും പുരട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ചപ്പാത്തിയും നമ്മുടെ മുട്ടക്കറിയും ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ആ മുട്ടക്കറിയൊക്കെ വിളമ്പുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ 6 ചപ്പാത്തി ഉണ്ടാക്കി. 6 ചപ്പാത്തിയുടെ മാവായിരുന്നു അത് ഉണ്ടാക്കി അതിനകത്തെടുത്ത് വെച്ച്. ഞാൻ കാസറോളൊന്നും എടുക്കാൻ പോയില്ല. 6 എണ്ണം തന്നെയല്ലേ പെട്ടെന്നങ്ങ് കഴിക്കുകയും ചെയ്യും. ഇതാണ് 6 എണ്ണം ഉണ്ടാക്കുകയും ചെയ്തു. കണ്ടോ ചപ്പാത്തി അതിനകത്ത് വെച്ച് 6 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നറാണിത് കേട്ടോ. മുട്ട റോസ്റ്റ് കണ്ടോ നിങ്ങൾ? ഞാനിങ്ങനെ മുട്ട റോസ്റ്റ് ചില ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സാധാ രീതി ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ സവാള നേരെ അരിയുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കുരുവിനല്ല. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ തിന്നു. അതാണ്ട് ഞാൻ മുട്ട റോസ്റ്റ് എടുത്ത്
എനിക്കും എടുത്ത് ചേട്ടനും എടുത്ത് ഞാൻ തിന്നുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്താണെന്ന് വെച്ചാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തിന്നുന്നതും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ദണ്ടേ കഴിക്കുന്നു. എന്തോ ചേട്ടനെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ, ഞാനതാ അങ്ങോട്ട് ചോദിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട്, നല്ലായിരുന്നു. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ബൈ.